ബാ നമുക്ക് നിർത്തിയെടുത്തുനിന്ന് തുടങ്ങാം. ഈ ലൈറ്റ് എവിടെയെങ്കിലും കണ്ടതായി ഓർക്കുന്നുണ്ടോ? ഇത് നമ്മുടെ അൺബോക്സിങ് വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്ന ലൈറ്റായിരുന്നു. സെയിം സാധനമായിരുന്നു കസ്റ്റമർ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായത്. അതൊന്നുകൂടെ ഓർഡർ ചെയ്ത് വരുത്തിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ ഒരു മിനി ഫ്രെയിമും 2 ചോക്ലേറ്റ്സും പിന്നെ അലങ്കാരത്തിന് 2-3 ഫ്ലവറും. ഇതായിരുന്നു നമ്മുടെ ഐറ്റംസ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഈ സാധനങ്ങളൊക്കെ ഈ ഹാമ്പറിൽ കൊള്ളുമോ നോക്കാൻ വേണ്ടി ഒരു ഗോഷ്ടി കളിക്കുന്നുണ്ടല്ലേ, അതായത് കറക്റ്റ് ഇതിൽ ഫിക്സായി നിൽക്കുമെന്ന് നമുക്ക് ഉറപ്പില്ലായിരുന്നു. ബിക്കോസ് ലൈറ്റ് അന്നേരം ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലൈറ്റ് അതിൽ കൊള്ളുമോ ഇല്ലയോ എന്ന് നോക്കണമായിരുന്നു. പക്ഷേ എന്താ, കറക്റ്റ് ഫിറ്റിംഗ് ആണ്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടി ഇതിനുള്ളിൽ സാധനങ്ങളൊന്ന് അറേഞ്ച് ചെയ്യാൻ. ഈ ഓർഡർ എങ്ങനെ വന്നു, എവിടുന്ന് വന്നു എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഈ ചേട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയാണ് അത്. അവരുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് കുറച്ചേ ആയുള്ളൂ. എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരാളാണ് ഇത്. കഥയുടെ 2ാം ഭാഗം ഇവിടെയാണ്. സംഭവം ഇത് കൊറിയർ പോകേണ്ട സാധനമാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് പെട്ടിയിലാക്കി കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് ഫ്രെയിമാണ്, അത് ചളുങ്ങി പോകും. കൂടാതെ ഈ ഹാമ്പർ എന്ന് പറയുന്നതിന് വലിയ കട്ടിയൊന്നും ഇല്ലല്ലോ, അതും ചളുങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതും ബബിൾ റാപ്പ് ചെയ്ത് തെർമോക്കോൾ കൊണ്ട് റാപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് കൊറിയർ ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, ബൈ.